പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്രയിലാണ് യുവാവിനെ കാട്ടുപന്നി ഇടിച്ച് കാലിന് ഗുരുതര പരിക്കാണ് ഏറ്റിട്ടുള്ളത്. കണ്ണമ്പ്ര സ്വദേശിയായ ദേവദാസിനാണ് പരിക്ക് പറ്റിയത്. വീടിനടുത്ത് വെച്ച് തന്നെയായിരുന്നു സംഭവം. എന്താണ് ഉണ്ടായത്? പന്നി കാലത്ത് പുറത്തിറങ്ങി നിറയെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഞാൻ ഉറങ്ങി എണീറ്റേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വീടിന് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോഴേക്കും പന്നി എന്നെ നേരിട്ട് വന്നു. വീടിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ്? അതെ. ഇവിടെ ഭയങ്കര പന്നി ശല്യം ഉള്ളതാണോ? അതെ. നിറയെ പന്നിയാണ്. വൈകുന്നേരം രാത്രിയൊക്കെ ഫുള്ള് നിറയെ പന്നിയാണ്. ഇത് ഏത് ആശുപത്രിയിലാണ് പോയത്? താലൂക്ക് ആശുപത്രിയിൽ. വിരൽമ പന്നി കടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായോ? കടിച്ചു. ശരിക്കും ചവച്ചായിരുന്നു. വേറെ കാര്യം കൊണ്ട് ചവിട്ടിയപ്പോ അതിലും കടിച്ചു. നിങ്ങൾക്ക് ഈ കാട്ടുപന്നിയുടെ ശല്യം ഇവിടെ ഭയങ്കര പ്രശ്നമാണോ? നിറയുണ്ട്, നന്നായിട്ടുണ്ട്. ഇപ്പൊ ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അതായത് ഈ കാട്ടുപന്നികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവികളെ വേട്ടയാടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഗുണമാകുമോ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ? നന്നായിരിക്കും. കാരണം ഒരുപാട് ശല്യമുണ്ട് ഞങ്ങൾക്കത്. കൃഷി കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവരുടെ ബന്ധുക്കളും ഈ പ്രദേശവാസികൾ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഇപ്പൊ ഈ കാട്ടുപന്നിയുടെ ശല്യം ഈ പ്രദേശത്ത് ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് കൃഷികളിലൊക്കെ നമുക്ക് നെല്ല് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒക്കെ സോളാറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പന്നി. പിന്നെ ഈ കൊച്ചുങ്ങളൊക്കെ നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് വീടിനടുത്തൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഒറ്റയടിക്ക് എല്ലാം കൂടി ഒരു പന്നികളായിട്ടല്ല വരിക, കൂട്ടമായിട്ടോ വരിക. അപ്പോൾ നമുക്ക് ബൈക്കിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേട്ടയാടുന്നതിലേക്ക് അല്ലെങ്കിൽ അതിന് സഹായകമാകുന്ന നിയമങ്ങളിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനോട് നിങ്ങൾക്ക് എന്താണ്? 100% നമ്മളത് അംഗീകരിക്കണം, അത് ചെയ്യണം. എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഒഴിവാക്കിയാൽ നമുക്കിവിടെ കുറേ കൃഷിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറവായി കിട്ടും. നിങ്ങളുടെ കൃഷിയിലൊക്കെ ഈ രീതിയിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? സാരി മറക്കാണ്, സാരികളില്ല, ഇങ്ങനത്തെ സാരികൾ മറക്കുകയാണ്. എന്നാലും നുഴഞ്ഞു കയറിയിട്ട് കൊയ്യുമ്പോഴേക്കും ഒന്നും കിട്ടില്ല. ഈ പ്രദേശത്ത് ആകെ വലിയ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേട്ടയാടാനുള്ള അനുമതി നൽകുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അത് ഇവരെ ജീവിതത്തെയൊക്കെ വലിയ രീതിയിൽ നിയന്ത്രിതമായ വേട്ടയാടൽ ഉണ്ടാവുകയാണെങ്കിൽ സഹായിക്കുമെന്നാണ് ഇവർ പറയുന്നത്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.